വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് സ്മൃതി മന്ദാന. ഏകദിനത്തിൽ അതിവേഗ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടത്തിലെത്തി. തുടർച്ചയായി 2ാം സെഞ്ചുറിയാണ് സ്മൃതി നേടിയത്. ഖിലാഫ് അഹമ്മദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, മത്സരം കൈവിട്ടെങ്കിലും സ്മൃതിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ഇന്ത്യൻ ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, ഏറെ അഭിമാനം പകരുന്നതാണ് അല്ലേ? സ്വാതി, ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രകടനം തന്നെയാണ് മന്ദാന ഈ ഒരു ടൂർണമെന്റ്, ഈ ഒരു പരമ്പരയിലുടനീളം കാഴ്ചവെച്ചത്. നമുക്കറിയാം, വരാൻ പോകുന്നത് സെപ്റ്റംബർ 30 മുതൽ ലോകകപ്പ് ആരംഭിക്കുകയാണ്, ഏകദിന ലോകകപ്പ്. ഇതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ ഒരു സ്മൃതി മന്ദാനയുടെ വെടിക്കെട്ട് ബാറ്റിംഗ്. സ്മൃതിയുടെ ഈ ഒരു പരമ്പരയിലെ തുടർച്ചയായ 2ാം സെഞ്ചുറിയാണ്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു. എന്തായാലും ഈ ഒരു മത്സരത്തിൽ 50 പന്തിൽ നിന്നാണ് മന്ദാന സെഞ്ചുറി തികച്ചത്. ഇതിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ സെഞ്ചുറി നേട്ടം കൂടിയായിരുന്നു. 2013 വിരാട് കോഹ്ലി ഓസ്ട്രേലിയക്കെതിരെ തന്നെ, നമ്മൾ എടുത്തു പറയേണ്ടതാണ്, ഓസ്ട്രേലിയക്കെതിരെ തന്നെ 52 പന്തിൽ സെഞ്ചുറി നേടിയതായിരുന്നു ഇതുവരെ ഒരു ഇന്ത്യൻ താരത്തിന്റെ അതിവേഗ സെഞ്ചുറി. ഇതാണ് സ്മൃതി മന്ദാന 12 വർഷങ്ങൾക്ക് ശേഷം മറികടന്നിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയണം, ലോകകപ്പിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ICC റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്മൃതി മന്ദാന 1ാം റാങ്കിലേക്ക് തിരിച്ചെത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു വെടിക്കെട്ട് ബാറ്റിംഗ് തുടരുന്നത്. എന്തായാലും മത്സരത്തിൽ 43 റൺസിന് തോറ്റെങ്കിലും ഈ ഒരു പ്രകടനം സ്മൃതിയുടേതും ഉൾപ്പെടെ ഹർമൻപ്രീത്തിന്റെയും ഉൾപ്പെടെയുള്ള പ്രകടനം ഇന്ത്യക്ക് ഒരു കിരീടത്തിന്റെ തന്നെ ഒരു സൂചനയാണ്. എന്തായാലും ഈ ഒരു പരമ്പരയോടെ ഇന്ത്യക്ക് മുമ്പുള്ള ലോകകപ്പിന് മുന്നോടിയായുള്ള പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 25-നാണ് ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 30-നാണ് ഇന്ത്യയുടെ ആദ്യ ലോകകപ്പ് മത്സരം. സ്വാതി. ശരി ഖിലാഫ്.